إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ജഗനിയന്താവായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അവന് ലഭിക്കുന്ന ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുഖ്യമായ പങ്ക് വഹിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ സ്വഭാവത്തെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാനും മാറ്റിയെടുക്കാനും അവന് ലഭിക്കുന്ന ഉപദേശങ്ങൾക്ക് സാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർത്തും അജ്ഞതയിലും അന്ധകാരത്തിലും അധാർമികതയിലും അന്ധവിശ്വാസങ്ങളിലുമൊക്കെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും നല്ല മനുഷ്യരാക്കി, നിങ്ങളാണ് ഏറ്റവും ഉത്തമരായ ആളുകളെന്ന് അള്ളാഹു പറയുന്ന വിധത്തിലേക്ക് ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ഉപദേശങ്ങളായിരുന്നു. അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തിന് നൽകിയ അനേകം ഉപദേശ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ചര്യകളിലൂടെയും കാണാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒരിക്കലും അവന്റെ സ്വഭാവത്തിലോ കർമ്മത്തിലോ ഉണ്ടാവാൻ പാടില്ലാത്തതുമായ ചില പ്രവർത്തനങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ നിസ്സാരമെന്ന് കരുതിയേക്കാവുന്ന വലിയ നഷ്ടങ്ങൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് നേടിത്തരുന്ന ചില പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലോ സ്വഭാവത്തിലോ പ്രവർത്തനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. അതിലൊന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മനുഷ്യൻ കീഴ്പ്പെട്ടു പോകുന്ന പിശുക്ക് എന്ന സ്വഭാവമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, അവൻ മാറി നിൽക്കേണ്ട ഒരു സ്വഭാവമായിട്ടാണ് പിശുക്കിനെ ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകിയ സമ്പത്ത് ചെലവഴിക്കാതെ അതൊരുമിച്ച് കൂട്ടിവെക്കുന്ന, പിശുക്കി പിടിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ലാ യജ്തമിഉ ശുഹ്ഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ. ഒരു അടിമയുടെ ഹൃദയത്തിൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വിശ്വാസവും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസിയായ അടിയുറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യന്, ഒരു അടിമക്കൊരിക്കലും പിശുക്കനാകാൻ സാധിക്കുകയില്ല എന്ന്. പിശുക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസം പൂർണ്ണവുമല്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇന്നൽ ബഖീല ബഈദും മിനല്ലാഹ്, നിശ്ചയം പിശുക്കൻ അല്ലാഹുവിൽ നിന്ന് ദൂരെയാണ് എന്നാണ്, അകലെയാണ് എന്നാണ്. ബഈദും മിനന്നാസ്, ജനങ്ങളിൽ നിന്നും അവൻ അകലെയാണ്, അവനെ ജനങ്ങൾ അകറ്റി നിർത്തുമെന്നാണ്. ബഈദും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും അവൻ അകറ്റി നിർത്തപ്പെടുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത, നിസാരമെന്ന് നമ്മൾ കാണുന്ന ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് ഇസ്ലാം പിശുക്കിനെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അള്ളാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കാതെ ഒരുമിച്ച് കൂട്ടി വെക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണോ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്തു ആലി ഇംറാൻ 180-ാമത്തെ വചനം, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ, പിശുക്കി പിടിക്കുന്നവർ, ചെലവഴിക്കാത്ത ആളുകൾ, ഹുവ ഖൈറുൽ ലഹും, അവർ വിചാരിക്കുന്നത് അതവർക്ക് ഗുണകരമാണ് എന്നൊരിക്കലും അവർ വിചാരിക്കരുത് എന്നാണ്. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് തിന്മയാണ്, അതവർക്ക് ദോഷമാണ് ഉണ്ടാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, മാത്രമല്ല അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാത്ത, അല്ലെങ്കിൽ സകാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിശുക്ക് എന്നത് നമുക്ക് നഷ്ടമല്ലാതെ, ദോഷമല്ലാതെ, ഇഹത്തിലും പരത്തിലും നമുക്ക് നാശമല്ലാതെ
വരുത്തുകയില്ല എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖലമിലൂടെ അള്ളാഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില യുവാക്കളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ആ ചരിത്രത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആ യുവാക്കളുടെ പിതാവ് വിശാലമായ ഒരു തോട്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ തോട്ടത്തിൽ വിളവെടുക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു വിഹിതം പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു. വിളവെടുക്കുന്ന സമയത്ത് ദരിദ്രരായ പാവപ്പെട്ട ആളുകൾ അവിടേക്ക് വരികയും അവർക്ക് വേണ്ടി മാറ്റിവെച്ച വിഭവങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു രീതി തങ്ങളുടെ പിതാവിനുണ്ടായിരുന്നു. പിതാവിന്റെ കാലശേഷം തങ്ങൾക്ക് ലഭിച്ച സ്വത്ത്, ആ തോട്ടം വിളവെടുക്കുന്ന സമയമായപ്പോൾ ദരിദ്രർക്ക് തന്റെ പിതാവിന്റെ രീതി, ദരിദ്രർക്ക് പാവപ്പെട്ടവർക്ക് ഒരു വിഹിതം നൽകുന്ന രീതി ഒരിക്കലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കെ പ്രഭാതത്തിനു മുമ്പ് നമുക്ക് വിളവുകൾ പറിച്ചെടുക്കണം, പാവപ്പെട്ടവർക്ക് നൽകേണ്ടതില്ല എന്ന് അവർ ചിന്തിക്കുകയാണ്. പിശുക്ക് നിറഞ്ഞ മനസ്സ് അവരിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആ യുവാക്കളുടെ പിശുക്ക് നിറഞ്ഞ മനസ്സിനെ അള്ളാഹു എങ്ങനെയാണ് പരീക്ഷിച്ചതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അവർ ഉറങ്ങിക്കിടക്കെ അവരുടെ തോട്ടത്തെ അള്ളാഹുവിന്റെ ശിക്ഷ വലയം ചെയ്തു എന്നാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ആ തോട്ടത്തെ ബാധിച്ചു എന്നാണ്. പ്രഭാതത്തിൽ അവർ ആ തോട്ടത്തിലേക്ക് വിളവുകൾ പറിച്ചെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് കൊയ്തെടുക്കപ്പെട്ടതുപോലെ, മുറിച്ചു മാറ്റപ്പെട്ടതുപോലെ കാണാനിടയായി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം, ഈ യുവാക്കളുടെ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അവർ പിശുക്കിയിട്ടില്ല. അവർ പിശുക്കണമെന്ന ചിന്ത, അങ്ങനെയുള്ളൊരു മോശമായ ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോഴേക്ക് അള്ളാഹു അവരുടെ സമ്പത്തിനെ നശിപ്പിക്കുകയും അവരുടെ പിശുക്ക് നിറഞ്ഞ മനസ്സിനെ അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത പിശുക്കുകയും മറ്റുള്ളവരോട് പിശുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം മോശപ്പെട്ട രീതിയായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി, പിശുക്ക് കാണിക്കുകയും വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി, പിശുക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ജനങ്ങളോട് അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, മാത്രമല്ല അള്ളാഹു തന്റെ ഔദാര്യം കൊണ്ട്, തന്റെ അനുഗ്രഹം കൊണ്ട് നൽകിയ സമ്പത്ത് മറച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകൾ. അവർക്ക് നാളെ പരലോകത്ത് അപമാനകരമായ, നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്ന്, ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, ഇയ്യാക്കും വശുഹ്, നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണം, പിശുക്ക് എന്ന ദുസ്വഭാവത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, അത് നിങ്ങളുടെ മുമ്പുള്ള ഒരു സമുദായത്തെ, ഒരു ജനതയെ നശിപ്പിച്ച് കളയാൻ ആ സ്വഭാവം കാരണമായിട്ടുണ്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറിച്ച് വിശ്വാസി എന്ന നിലക്ക്, മുസ്ലിം എന്ന നിലക്ക്, അള്ളാഹുവിന്റെ ഉത്തമനായ ഒരടിമ എന്ന നിലക്ക് എന്തായിരിക്കണം നമ്മുടെ നിലപാട്? സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിച്ചത്? അല്ല. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളുടെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ സ്വഭാവ ഗുണമാണ് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ചെലവ് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫു, അമിതമാക്കുകയില്ല, അമിതവ്യയം നടത്തുകയില്ല, വലം യഖ്തുറു, അത് പിശുക്കി പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവം വിശ്വാസികൾക്ക്, അള്ളാഹുവിന്റെ ഉത്തമരായ അടിമകൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. വകാന ബൈന ദാലിക ഖവാമ, രണ്ടിനുമിടയിലുള്ള
മിതമായ മാർഗം സ്വീകരിക്കുന്നവനാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ എന്ന്, വിശ്വാസി എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിനെ പിശുക്കിൽ നിന്ന് ആരാണോ സംരക്ഷിക്കുന്നത്, ആരാണോ കാത്തുരക്ഷിക്കുന്നത്, അവർ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ ഫളിലിൽ നിന്ന് നമുക്ക് നൽകിയ സമ്പത്ത് മറ്റൊരുപാട് ആളുകൾക്ക് നൽകാത്ത വലിയൊരു അനുഗ്രഹം, റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അനുഗ്രഹം അള്ളാഹു തന്ന ആ വലിയ അനുഗ്രഹം നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരമായി കാണരുത്. അത് ചെലവഴിക്കാതെ പിശുക്കി പിടിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിഹത്തിലും പരത്തിലും നമുക്ക് നഷ്ടവും നാശവും വരുത്തുമെന്നാണ് പ്രവാചക വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സ്വഭാവ ഗുണങ്ങളിൽ നിന്ന്, ഇത്തരം പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി ഗൗരവത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം ഹവാ മുത്തബഉൻ എന്നാണ്. മനുഷ്യൻ തൻ്റെ ഇച്ഛയെ, തൻ്റെ സ്വന്തം താല്പര്യങ്ങളെ മാത്രം പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥ സംജാതമാവലാണ് എന്ന്. അത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ദുസ്വഭാവമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലജ്ജാകരമാണ്. എല്ലാ തോന്നിവാസങ്ങളെയും സാധാരണവൽക്കരിക്കുന്ന, നോർമലൈസ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാട്ടിൽ തിന്മ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്, തിന്മ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ, സാമൂഹ്യ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സംവിധാനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. TV ഷോകൾ. നമ്മുടെ നാട്ടുകളിലുള്ള അധിക യുവാക്കളും അതുപോലെ തന്നെ കൗമാരപ്രായത്തിലുള്ള ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന അപകടങ്ങൾ ചെറുതല്ല എന്ന തിരിച്ചറിവ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാവണം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ കൃത്യമായും ഇസ്ലാമിന്റെ മൂല്യങ്ങളെ, ഇസ്ലാമിന്റെ കൃത്യമായ നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫാമിലി വ്ലോഗുകൾ, ഭാര്യയും ഭർത്താവും 30 മിനിറ്റ് അഭിനയിക്കുന്ന, മാറി മാറി എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ 30 സെക്കൻഡായി നമുക്ക് നൽകുന്ന വീഡിയോയാണ് യഥാർത്ഥ ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ പിറകെ പോകുന്ന ആളുകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലും മറ്റു സമുദായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. TV ഷോകളും അതുപോലെ തന്നെ ഫാമിലി വ്ലോഗുകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. വസ്ത്രവേഷവിധാനങ്ങളിലും എന്തിനേറെ നമ്മുടെ സംസാര ശൈലികളിലും നമ്മുടെ പ്രയോഗങ്ങളെ വരെ മാറ്റാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ളതായി നമ്മൾ കാണേണ്ട ഒരു പ്രശ്നമാണ്. 4 ചുമരുകൾക്കകത്ത് മാത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുന്ന രൂപത്തിലേക്ക് ഷോകളായി, വീഡിയോസുകളായി ഷെയർ ചെയ്യപ്പെടുന്ന, അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അധാർമികത വർദ്ധിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം അധാർമികമായ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയും എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കപ്പെടുകയും അതൊക്കെ സാധാരണമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം, വിശുദ്ധ ഖുർആൻ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ
ചരിത്രത്തെ പഠിപ്പിച്ചു തന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ സമൂഹ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാണ്, എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടുകളിലൂടെയും നമുക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ വിശ്വാസികൾ എന്ന നിലയ്ക്ക്, മുസ്ലിം എന്ന നിലയ്ക്ക്, അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയ്ക്ക് മരണത്തിന്റെ ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. ആ ലക്ഷ്യത്തിലേക്ക് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷ്മതയോടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഇവിടെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ജോർദാനിലെ സദൂം എന്ന പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. ആ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ജീർണതകളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. തീർച്ചയായും ധാർമ്മികമായ മൂല്യച്യുതയിലേക്ക് കൂപ്പുകുത്തിയ ഒരു സമൂഹമായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം എന്ന് പറയുന്നത്. വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് എന്നതിനപ്പുറത്ത് വളരെ മോശപ്പെട്ട ഒരു ജീവിത രീതി നയിച്ചിരുന്ന ആളുകളായിരുന്നു. സ്വർഗരതിയെ പ്രോത്സാഹിപ്പിക്കുകയും ആ ഒരു പ്രവർത്തനത്തിലൂടെ ജീവിക്കുകയും ചെയ്ത ഒരു നീചമായ പ്രവൃത്തി മുമ്പ് ലോകത്ത് ഒരു സമൂഹവും ചെയ്തിട്ടില്ലാത്ത നീചമായ സ്വർഗരതി എന്ന പ്രവൃത്തി ചെയ്തിരുന്നവരായിരുന്നു മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത എന്ന് പറയുന്നത്. ആ സമൂഹത്തിലേക്കാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പ്രബോധകനായി അയക്കപ്പെടുന്നത്. ആ സമൂഹത്തെ ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉപദേശിക്കുന്നുണ്ട്. വലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാം അള്ളാഹു ആ സമൂഹത്തിലേക്ക് പ്രവാചകനായി ദൂതനായി അയച്ച ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറയുന്നുണ്ട്. എന്താണ്? മുമ്പ് തൻ്റെ ജനതയോട് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ഒരാളും ചെയ്തിട്ടില്ലാത്ത നീചമായ പ്രവൃത്തികൾക്കാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയണമെന്നാണ്. ഇന്നക്കും ലതഅതൂന റിജാല ശഹ്വതൻ മിൻ ദൂനിൻ നിസാ. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ നിങ്ങളുടെ വികാരം ശമിപ്പിക്കാൻ ചെല്ലുന്ന നീചമായ വൃത്തികെട്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് എന്ന് അല്ലാഹു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, ഈ ഉപദേശങ്ങളെ കൃത്യമായും നിഷേധിക്കുകയും അതിനെ തള്ളിക്കളയുകയും ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ആട്ടിയോടിക്കണമെന്ന് പറയുകയും ചെയ്ത തൻ്റെ ജനത, ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ ഒരു ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗ വിവാഹവും ബന്ധങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, രൂപപ്പെട്ടതല്ല. മറിച്ച് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്വർഗ വിവാഹങ്ങൾക്ക് ഇപ്പോൾ നിയമത്തിന്റെ പരിരക്ഷ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു 5, 6, 7 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി വിരുദ്ധ പ്രവർത്തനമെന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ വാർത്തകൾ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രകൃതി എന്നാണ്, പ്രകൃതിക്ക് യോജിക്കാത്തത് എന്നാണ് സ്വർഗരതിയെപ്പറ്റി ഈ സമൂഹ മാധ്യമങ്ങൾ, സമൂഹം വിലയിരുത്തിയിരുന്നത് അങ്ങനെയാണ്. ഇന്ന് അങ്ങനെയല്ല. അത്തരം ആളുകൾക്ക്, അത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് നിയമപരിരക്ഷ നൽകുകയും അതിനെ നോർമലൈസ് ചെയ്യുകയും അതൊക്കെ സാധാരണമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എന്നാണ്. ഇവിടെയാണ് സ്വന്തം ഇച്ഛയെ, സ്വന്തം താല്പര്യത്തെ, ഇവരൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ജീവിതമല്ലേ, അവർ തീരുമാനിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതമാണ്, അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ ഇത്തരം പ്രവൃത്തികളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ
ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകണമെന്നാണ്. ഫഇല്ലം യസ്തജീബു ലക്, നിങ്ങൾ അതിന് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ഉത്തരം നൽകുന്നില്ല എങ്കിൽ ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ, സ്വന്തം താല്പര്യത്തെയാണ് പിന്തുടരുന്നത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹ്. സന്മാർഗത്തിന് മാർഗദർശനം കൂടാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവനേക്കാൾ പിഴച്ചുപോയവൻ, ദുഷിച്ചവൻ മറ്റാരാണ് എന്ന് അള്ളാഹുവിന്റെ ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ മക്കളുടെ ജീവിത രീതിയിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ സംസാരങ്ങളിലും അവരുടെ കാട്ടിക്കൂട്ടലുകളിലും ഇത്തരം ആളുകളുടെ, ഇത്തരം പ്രവൃത്തികളുടെ സ്വാധീനം കൂടുതലായി ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇവിടെ ഇസ്ലാം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ്. തന്നിഷ്ടത്തെ പിന്തുടർന്നുകൊണ്ട് നീ ജീവിക്കരുത് എന്നാണ്. തന്നിഷ്ടത്തെ നീ പിന്തുടർന്ന് ജീവിക്കരുത്, അതിന്റെ പിന്നാലെ നീ പോകരുത്. ഫയുദില്ലക അൻ സബീലില്ലാഹ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, റബ്ബിന്റെ ചൊവ്വായ നേരായ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ്, പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാരാണോ അവർക്ക് തന്നെയാണ് കഠിനമായ ശിക്ഷയുള്ളത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാപകമായി ഇത്തരം പ്രവൃത്തികൾ, അതിനെ എതിർക്കുന്നവരെ പോലും ഒറ്റപ്പെടുത്തുന്ന ഇത്തരം പ്രവൃത്തികളോട്, ഇത്തരം സ്വർഗാനുരാഗികളുടെ തീരുമാനങ്ങളോട്, അവരുടെ ജീവിത രീതിയെ എതിർക്കുകയും തൻ്റെ നിലപാടുകൾ പറയുകയും ചെയ്യുന്നവരെ വരെ ഒറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. ഇവിടെ എന്താണ് പരിഹാരം? നമ്മൾ ചെയ്യേണ്ടത്, വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടത്? ഒന്ന്, വ്യക്തിഗതമായ ഒരു പ്രതിരോധം നമ്മളിൽ നിന്നുണ്ടാകണം. സ്വകാര്യ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുകയും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക എന്ന ഒന്നാമത്തെ ഒരു കടമ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നമ്മൾ റബ്ബിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും റബ്ബ് പഠിപ്പിച്ച ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നവരാകണം. രണ്ടാമത്തേത്, കുടുംബത്തോടൊത്ത് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയണം. കുടുംബത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഇത്തരം എല്ലാ മോശത്തരങ്ങളും വ്യാപകമായി സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന, സ്വാധീനിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തെ വിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രേക്ഷകരെ ഉണ്ടാക്കി ധാർമ്മികതയ്ക്ക് വിള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവരെ റോൾ മോഡലായി കാണുന്ന കൗമാരം വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുട്ടികളുടെ ധാർമ്മിക വിദ്യാഭ്യാസം വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. ഓരോ ഉപ്പയും ഓരോ ഉമ്മയും കൃത്യമായും മതപരമായ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മക്കളെ വളർത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു വരണം. മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാകണം. ഞാൻ എൻ്റെ മക്കൾക്ക് മാതൃകയാകണം, എൻ്റെ കുടുംബത്തിന് മാതൃകയാകണം. ഓരോ ഉമ്മയും ഉപ്പയും തൻ്റെ മക്കൾക്കും കുടുംബത്തിനും മാതൃകയായാൽ നമ്മൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമെന്നതാണ്. തൗഹീദ് മക്കളെ പഠിപ്പിക്കണം. യഥാർത്ഥ വിശ്വാസത്തെ, ചാഞ്ചല്യമില്ലാത്ത വിശ്വാസത്തെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 3, സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കണം. നല്ല വ്യക്തികൾ നല്ല കുടുംബം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിവ് നമുക്കുണ്ട്. നല്ല കുടുംബങ്ങൾ നല്ല ഉത്തമ സമൂഹത്തെ സൃഷ്ടിക്കുമെന്നാണ്. നമ്മളൊരു നല്ല വ്യക്തിയായാൽ, നമ്മളെന്ന നല്ല വ്യക്തിയിലൂടെ നല്ല ഒരു കുടുംബം ഉണ്ടായാൽ ആ കുടുംബത്തിലൂടെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം
പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കേണ്ട കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, തന്നിഷ്ടത്തെ, ഇച്ഛയെ, എനിക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കുമെന്ന ചിന്തയെ മാറ്റി നിർത്തുകയും പിടിച്ചു വെക്കുകയും ചെയ്തുവോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവന് സ്വർഗമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, തന്നിഷ്ടപ്രകാരം തന്നിഷ്ടത്തിന്റെ പിന്നാലെ പോകാതെ, ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ അയക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ, സമൂഹത്തിൽ വളർന്നു വരുന്ന അധാർമികതകൾക്ക് പിന്നാലെ പോകാതെ, വിശ്വാസികൾ എന്ന നിലക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യകളും മുറുകെ പിടിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും അങ്ങനെ സമൂഹത്തിന് അതുവഴി മാതൃകയാവാനും സാധിക്കുന്ന നല്ല ഒരു മനുഷ്യനായി, നല്ല ഒരു അടിമയായി, നല്ലൊരു വിശ്വാസിയായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത 2 സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ 2 പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കാനുള്ള മനസ്സ് വിശ്വാസികൾക്കുണ്ടാവണം. ഇസ്ലാമിക സമൂഹത്തിൽ പള്ളികൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ആരാധനാലയമെന്ന നിലക്ക് മാത്രമല്ല പള്ളികളെ നമ്മൾ കാണാറുള്ളത്. നമ്മുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഇസ്ലാം പള്ളിയെ കണക്കാക്കുന്നത്. നമസ്കാരം നിർവഹിക്കാനും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താനും മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള കേന്ദ്രങ്ങളാണ് പള്ളികൾ. പള്ളികളെ നിർമ്മിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിലൂടെ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും പ്രതിഫലത്തെപ്പറ്റിയും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പള്ളികളാണ് എന്ന്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, മാത്രമല്ല അള്ളാഹുവിന് വെറുക്കപ്പെട്ട ഇഷ്ടമില്ലാത്ത സ്ഥലം അങ്ങാടികളുമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയുമായി ഒരു ഇണക്കം, ബന്ധം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി മനസ്സ് ഇണക്കപ്പെട്ട ഒരു മനുഷ്യന് നാളെ പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയം പള്ളിയുമായി ഇണക്കപ്പെട്ടവരാകണം. ആരാധനകൾക്ക് പള്ളിയുമായി എപ്പോഴും ബന്ധം സ്ഥാപിക്കുന്നവരാകണം. വീട്ടിൽ നിന്ന് മാത്രം നിസ്കരിക്കുന്ന ആളുകളാകരുത്. പ്രവാചകൻ ചില സുന്നത്ത് നമസ്കാരങ്ങളാണ് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിരുന്നത്. മറ്റെല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പള്ളിയിൽ തന്നെ ജമാഅത്തായി നിർവഹിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇശാ നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകളെ പറ്റി
റസൂലുള്ള പറഞ്ഞത്, ഒരാളെ ഇമാമായി നിശ്ചയിച്ച് ഒരു വിറക് കെട്ട് കൊണ്ടുപോയി പള്ളിയിൽ വരാത്ത ആളുകളുടെ വീടുകൾ കത്തിച്ചു കളയാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഗൗരവത്തോടെ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബന്ധം, പള്ളിയുമായുള്ള ബന്ധം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിക്കുന്നതും അത് പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട അനേകം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ആരെങ്കിലും നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു, അതുപോലെയുള്ള ഒരു വീട്, ഭവനം അല്ലാഹു അവന് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരാൾ ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളമോ അതിനേക്കാൾ ചെറുതോ ആയ ഒരു പള്ളി അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് സ്വതക്കത്തുൻ ജാരിയയായ ഒരു സ്വതക്കയും കൂടിയാണ് പള്ളിയുടെ പരിപാലനത്തിനു വേണ്ടിയും പള്ളി നിർമ്മിക്കുന്നതിനുമൊക്കെ കൊടുക്കുന്നത് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു പള്ളി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ആ പള്ളിയുമായി ബന്ധപ്പെടുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പള്ളി നിർമ്മിക്കാനും അതിൻ്റെ പരിപാലന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാൻ കഴിയണം. ആ രൂപത്തിൽ നന്മയുടെ മാർഗത്തിൽ പിശുക്കില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മുടെ സമ്പത്ത് നാളെ പരലോകത്ത് ഉപകാരമുള്ള പ്രതിഫലം ലഭിക്കുന്ന തരത്തിൽ നമ്മുടെ സമ്പത്തിനെ വിനിയോഗിക്കാൻ കഴിയുന്ന വിശ്വാസികളായി തീരണം. അത്തരം കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കുന്ന, അലസതയും മടിയും കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളായി പോകാൻ പാടില്ല. അതുകൊണ്ട് പള്ളി നിർമ്മിക്കുന്നതിലും പള്ളിയുടെ പരിപാലനത്തിലുമൊക്കെ നമ്മുടെ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ, ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി വസിയത്ത് നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ക്ഷമയും സഹനവും ഉള്ള ഒരു മനസ്സ് അള്ളാഹു അവർക്കും നമുക്കും പ്രദാനം ചെയ്യട്ടെ. രോഗാവസ്ഥയിൽ നിന്ന് മാറി ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിൽ റബ്ബിനെ സൂക്ഷിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിക്കുന്ന വിശ്വാസികളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انصر إخواننا المسلمين والمجاهدين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا في غزة. اللهم ثبت أقدامهم. اللهم اكشف بالضر عن إخواننا في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.